നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് കപ്പ് കേക്കാണ്. നമ്മുടെ ടീ കപ്പാണ്, ഡിസ്പോസബിൾ കപ്പ്, അതാണ് ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ചോക്ലേറ്റ് കപ്പ് കേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്, 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറുണ്ട്, 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, 1/2 കപ്പ് പാൽ, ചെറിയ ചൂടാക്കിയ പാലാണ്, 1 കപ്പിൻ്റെ 3 എണ്ണയുണ്ട്, 1 ടീസ്പൂൺ നമ്മുടെ വിനാഗിരി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ കുറച്ച് ഞാൻ ചോക്ലേറ്റ് സിറപ്പ് എടുത്തിട്ടുണ്ട്, അതുപോലെ അണ്ടിപ്പരിപ്പ് ശകലം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, ചെറുത് ടോപ്പ് ചെയ്യാനാണ്, പിന്നെ വാനില എസൻസ് 1 ടീസ്പൂൺ. 5 കപ്പ് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി. ആദ്യമായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ മൈദ എടുത്തിട്ടുണ്ട്, അതിലേക്ക് പഞ്ചസാരയുടെ പൗഡർ, കൊക്കോ പൗഡർ, അതിൽ കോഫി, 1 ടീസ്പൂൺ കോഫി, അതുപോലെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ. പിന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമുക്കൊരു പാത്രത്തിൽ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ, ഞാൻ പാലാദ്യം ഒഴിച്ചു, അതിലേക്ക് എണ്ണ എടുത്ത് വെച്ചിരിക്കുന്ന എണ്ണ, വാനില എസൻസ് 1 ടീസ്പൂൺ വാനില എസൻസ്, ഇത്രയും നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തിരിക്കുന്നത് കുറേശ്ശെ ഇട്ട് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ വിനാഗിരിയോടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യാം. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു എണ്ണ പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ കപ്പുണ്ടല്ലോ, കപ്പിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ഈ ബാറ്റർ കപ്പിലേക്ക് ഒഴിക്കാം. ഏകദേശം കപ്പിൻ്റെ 1/4 ഭാഗത്ത്, അര ഭാഗത്തിന് ശക്കല മോള് വരെ നമുക്ക് ആക്കി വെക്കാം. ബാറ്റർ നിറച്ച കപ്പ് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അതിൻ്റെ ടോപ്പിൽ ശക്കല നട്ട്സ് നമ്മൾ ക്രഷ് ചെയ്തെടുത്തത് ഒന്ന് ടോപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പഴയ പാത്രം ഞാൻ ഇന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു തട്ടം വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് നമുക്ക് നമ്മുടെ ഈ പ്ലേറ്റും നമ്മുടെ കേക്കും എല്ലാം കൂടെ ഒന്നിറക്കി വെക്കാം. എന്നിട്ട് നമുക്കൊരു ഏകദേശം ഒരു 30 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറായി. നമുക്കൊന്ന് നോക്കാം. നമ്മുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി അടുത്ത് തണുക്കാൻ വെക്കാം. നമ്മുടെ കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ നിന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് ശകല അതിൻ്റെ പുറത്തുനിന്ന് ഒഴിച്ച് വെക്കാം. ഡെക്കറേറ്റ് ചെയ്ത് നമ്മുടെ കപ്പ് കേക്ക് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചതിന് ശേഷം അരമണിക്കൂർ ഫ്രിഡ്ജ് വെച്ചിട്ട് ശേഷം നമ്മളിതെടുത്താണ്. ഇപ്പോൾ നമ്മുടെ കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്.